മുന്തിരിക്കുലകൾ പോലെ മരം നിറച്ചും കായ്ക്കുന്ന ഒരു വിദേശി പഴം. അതാണ് നമ്മുടെ ലാൻസെറ്റ് ഫ്രൂട്ട്, അതായത് ലാൻസെറ്റ് പഴം. ഈ പഴം ഒരു വിദേശിയാണ് കേട്ടോ. ഞങ്ങൾ വീട് വാങ്ങുന്ന സമയം മുതൽ തന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ, ലാൻസെറ്റ് ഫ്രൂട്ട്. ആദ്യമൊന്നും ഞങ്ങൾക്ക് ഇതെന്തായിരുന്നു ഈ ഫ്രൂട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതൊരു ലാൻസെറ്റ് ഫ്രൂട്ടാണെന്നും മലേഷ്യൻ പഴം ആണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ. നമ്മുടെ റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ പോലത്തെ ഒരു മലേഷ്യൻ പഴം തന്നെയാണ് കേട്ടോ ഈ ലാൻസെറ്റ് ഫ്രൂട്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് കേട്ടോ ഇത് ഉണ്ടാവുക. മരം നിറച്ചും ഉണ്ടാവും. നല്ല മരത്തിന്മേൽ പറ്റി പിടിച്ച് കൊലകളായിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇളം പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ലാൻസെറ്റ് ഫ്രൂട്ടിന് ഉണ്ടാവുക. പച്ച നിറത്തിലാണ് ഇത് ഉണ്ടാവുകയെങ്കിലും പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറിൽ ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ പറ്റി പിടിച്ച് നിറയെ ഉണ്ടാവും. നിൽക്കണത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. 10-20 വർഷമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഒരു തൈ പോലും അങ്ങനെ മുളച്ചതായിട്ടൊന്നും ഞാൻ കാണില്ല. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ തൈകൾ വീണിട്ട് കുരു വീണ് മുളച്ചതായിട്ടൊന്നും കാണാറില്ല കേട്ടോ അത്. പക്ഷെ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ കിട്ടാറുണ്ട്. നമ്മുടെ റംബൂട്ടാൻ പോലെ നല്ല മധുരമൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ മധുരവും പുളിപ്പൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് മഴക്കാലത്താണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ കൂടുതലും പറമ്പിലൊക്കെ നിറയെ പുല്ലുള്ള കാരണം അത് വീണത് പറക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പൊട്ടിച്ചിട്ടാലും ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. ലോങ്കൻ പഴം പോലത്തെ ഒരു അങ്ങനെ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ ഏകദേശം. പക്ഷെ ലോങ്കൻ ഫ്രൂട്ടൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ ലാൻസെറ്റ് ഫ്രൂട്ട് അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും പോകുമ്പോൾ ഞാനിത് കണ്ടിട്ടില്ല അധികം. ഞങ്ങൾ വാങ്ങിച്ചത് ഒരു മലേഷ്യക്കാരുടെ ഒരു വീടായതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് കൊണ്ടുവച്ച കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ലോങ്കനും ഉണ്ടായിരുന്നു, അതുപോലെ ലാൻസെറ്റും ഉണ്ടായിരുന്നു. ലോങ്കൻ ഫ്രൂട്ട് അധികം നമുക്ക് ഉണ്ടായില്ല. ഒരു പ്രാവശ്യമൊക്കെയാണ് കേട്ടോ നമുക്ക് ലോങ്കൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഒരു പ്രാവശ്യം നമ്മൾ പറമ്പിൽ ഒരുപാട് മരങ്ങൾ മുറിച്ചു, അതിൽ ലോങ്കൻ ഫ്രൂട്ട് മുറിച്ചു കേട്ടോ. ഈ ലോങ്കൻ ഫ്രൂട്ടിൻ്റെ കായയുടെ ഉള്ളിൽ ഒരു കുരു ഉണ്ട് കേട്ടോ. ആ കുരു ഭയങ്കര കയ്പ്പായിരിക്കും. പക്ഷേ വെളുത്തുള്ളിയുടെ അല്ലികൾ പോലെ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ കൈ വെച്ച് പൊട്ടിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഈസി ആയിട്ട് പൊട്ടിക്കാം കേട്ടോ പഴുത്തത്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ട വെളുത്തുള്ളിയുടെ ഇങ്ങനെ അല്ലികൾ പോലെ ഇട്ടുണ്ടാവും. ചെറുതൊക്കെ ആണെങ്കിൽ ശരിക്കും വെളുത്തുള്ളിയുടെ അല്ലിയുടെ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഇച്ചിരി വലുതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും. അതിന് കുരു ഇല്ലാത്ത ഭാഗങ്ങൾ തിന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇടയ്ക്കെങ്ങാനും ആ കുരു കടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും കേട്ടോ ആ കുരു. നന്നായി പഴുക്കാത്ത ലാൻസെറ്റ് ഫ്രൂട്ട് പൊട്ടിക്കുമ്പോൾ ഇത്തിരി കറ പോലെ ഉണ്ടാവും കേട്ടോ. പഴുത്തതാണെങ്കിലാണ് കൂടുതലും മധുരം ഉണ്ടാവുക, രുചിയും ഒക്കെ ഉണ്ടാവുക. മറ്റേതാകുമ്പോൾ കുറച്ച് കറുപ്പുണ്ടാവും, കറ പോലെ ഉണ്ടാവും. ഇതാണ് കേട്ടോ അതിൻ്റെ കുരു. ആ കുരു കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ ആ കുരു കടിക്കാണ്ട് സൂക്ഷിച്ച് എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ ലോങ്കൻ ഫ്രൂട്ട് നമ്മുടെ കുടൽ ക്യാൻസർ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ല ഫ്രൂട്ടാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. റംബൂട്ടാനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അവസാന ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആ സമയത്ത് കേട്ടോ അത് ഉണ്ടാവുള്ളൂ. മരം നിറച്ചും ഇത് കായ്ച്ച് നിൽക്കും കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ്. പക്ഷെ അത് പൊട്ടിക്കുക എന്നുള്ളത് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിളികളൊക്കെ വന്ന് കൊത്തിയിട്ട് പെട്ടെന്ന് തന്നെ അത് കാണാതെയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ കിളികളൊക്കെ അത് കഴിച്ചു കൊണ്ടുപോകും. പിന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മരം ആയിരുന്നു കേട്ടോ ഈ ലാൻസെറ്റ് ഫ്രൂട്ടിൻ്റെ. നമുക്ക് എന്താണെന്ന് തന്നെ ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് അതൊരു ഫ്രൂട്ടാണ്, ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെയാണ് ഇതിങ്ങനെ ഒരു ഫ്രൂട്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇതിൻ്റെ കൃഷി രീതിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ്, ഒരു മലേഷ്യൻ ഫ്രൂട്ടാണെന്നറിയാം. നമ്മുടെ റംബൂട്ടാനും മാങ്കോസ്റ്റിനും ലോങ്കനൊക്കെ പോലെ തന്നെ. അതുപോലെ തന്നെ ദുരിയൻ ചക്കയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ. പക്ഷെ അത് കുറേ നാളുകളായിട്ടും നമുക്കതിൽ ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വെട്ടിക്കളയാണ് കേട്ടോ ചെയ്തത്. അതുപോലെ തന്നെ ലോങ്കൻ ഫ്രൂട്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. പക്ഷേ അത് ലോങ്കനാന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ലോങ്കൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് കാര്യമായിട്ട് ലോങ്കൻ ഫ്രൂട്ട് നമ്മുടെ ആ മരത്തിലുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഫ്രൂട്ട് പിന്നെ എല്ലാ വർഷവും ഉണ്ടാവും, നിറയെ കായ്ക്കും കേട്ടോ. പിന്നെ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ണാനും കിളികളും വവ്വാലും ഒക്കെ തിന്നിട്ട് കഴിയുകയും ചെയ്യും.